നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. പതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാർ റിമാൻഡിൽ. തിരുവനന്തപുരം ACJM കോടതിയാണ് മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. ഈ മാസം 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്ന് കോടതി. മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി സെക്രട്ടറി റിജി വർഗീസ് നൽകിയ കേസിലാണ് ആനന്ദ്കുമാറിനെ അറസ്റ്റ് ചെയ്തത്. വയനാട് മാനന്തവാടിയിൽ പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് മറിഞ്ഞ് ഒരു മരണം. വഴിയോര കച്ചവടക്കാരൻ വള്ളിയൂർക്കാവ് സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട് ജീപ്പ് വഴിയോര കച്ചവടക്കാരനെ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. അപകടത്തിൽ പ്രതിക്കും 4 പോലീസുകാർക്കും പരിക്ക്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഷൈനിയുടെ ഭർത്താവായ നോബിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് പോലീസ് നിലപാട്. പാലക്കാട് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയ ഒയാസിസ് കമ്പനി മിച്ചഭൂമി നിയമം ലംഘിച്ചിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി. ചട്ടവിരുദ്ധമായി കമ്പനി കൈവശം വെച്ച ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് നിർദ്ദേശം നൽകി. താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂമി സംബന്ധിച്ച ക്രമക്കേട് പരിശോധിക്കുമെന്നാണ് റവന്യൂ മന്ത്രിയുടെ രേഖാമൂലമുള്ള വിശദീകരണം. കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബാലുവിനെ ഓഫീസിലേക്ക് മാറ്റിയത് അഡ്മിനിസ്ട്രേറ്ററാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. AP അനിൽകുമാർ MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. ജാതിയുടെ പേരിൽ ക്ഷേത്രത്തിൽ ശുദ്ധീകലശം നടത്തിയത് അങ്ങേയറ്റം തെറ്റാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന കാര്യത്തിൽ ആരെയും മാറ്റി നിർത്തുന്നില്ലെന്ന് കായിക മന്ത്രി V അബ്ദുറഹിമാൻ. ഫിഫ നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി കാലിക്കറ്റ് സർവകലാശാല 35 ഏക്കർ ഭൂമി അനുവദിച്ചതായും കായിക മന്ത്രി നിയമസഭയെ അറിയിച്ചു. വ്യാജ ആധാർ കാർഡ് നിർമ്മാണത്തിൽ കൂടുതൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. നിർമ്മാണം കേരളത്തിൽ ആദ്യമെന്ന് IBയുടെ സ്ഥിരീകരണം. എറണാകുളം പെരുമ്പാവൂരിൽ നിന്നും 2ാമത്തെ കേന്ദ്രം കണ്ടെത്തിയ സംഭവം ഗുരുതരമെന്ന് വിലയിരുത്തൽ. വ്യാജ ആധാർ ആദ്യം കണ്ടെത്തിയത് പാലക്കാട് ചെർപ്പുളശ്ശേരി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗർഭാശയം മാറ്റിയ രോഗി മരണപ്പെട്ടത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം. ശസ്ത്രക്രിയക്കെതിരെ കുടലിലുണ്ടായ മുറിവ് അണുബാധയ്ക്ക് കാരണമായെന്നാണ് ആരോപണം. സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം റിപ്പോർട്ട് തേടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പേരാമ്പ്ര സ്വദേശി വിലാസിനിക്ക് ഗർഭാശയം മാറ്റുന്ന ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു ആശുപത്രിയിൽ നടന്നത്. വിവാദമായതോടെ പരസ്യം പിൻവലിച്ച MS സൊല്യൂഷൻസ്. 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെ MS സൊല്യൂഷൻ നൽകിയ പരസ്യമാണ് പിൻവലിച്ചത്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റിലായ പിയൂണിനെ മലപ്പുറത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. എളമ്പശ്ശേരി സ്വദേശിനി മായയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിജോ ജോൺ പോലീസ് കസ്റ്റഡിയിൽ. രാവിലെ വീട്ടിലേക്ക് എത്തിയ ആശാ വർക്കർമാരാണ് മായയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് മായയെ ആക്രമിച്ചതെന്ന് ജിജോ ജോൺ പോലീസിനോട് പറഞ്ഞു. മായയുടെ തലയ്ക്കും മുഖത്തും പരിക്കുകളുണ്ട്. കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂൾ താൽക്കാലികമായി അടച്ചു. പ്രൈമറി ക്ലാസുകളിലെ പരീക്ഷയും ഒഴിവാക്കി. സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. 2 കുട്ടികൾ ICUവിൽ നിരീക്ഷണത്തിലാണ്. 1ഉം 2ഉം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് എന്നിവരുമായാണ് കൂടിക്കാഴ്ച. കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും മുഖ്യമന്ത്രിക്കുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഡൽഹിയിൽ സംഘടിപ്പിച്ച വിരുന്നിനെ പുകഴ്ത്തി ശശി തരൂർ. രാഷ്ട്രീയ വ്യത്യാസം മറന്ന് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ ശുഭസൂചകമാണെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ള ചിത്രവും ശശി തരൂർ പങ്കുവച്ചു.
സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. കണ്ണൂർ എയർപോർട്ട് സ്റ്റേഷനിലാണ് ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ ചൂടിന് ശമനമായി മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 2 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. വിവാദ പരാമർശം നടത്തിയ PC ജോർജിനെതിരെ DGPക്ക് പരാതി നൽകി. കോഴിക്കോട് മുക്കം സ്വദേശി ഉമ്മിണിയിൽ ഷെരീഫാണ് പരാതി നൽകിയത്. കേരളത്തിലെ ഒരു സ്ഥലത്ത് ധാരാളം സ്ഫോടക വസ്തു കണ്ടെത്തിയെന്നും അത് എന്തിനാണെന്ന് തനിക്കറിയാമെന്നും PC ജോർജ് തന്റെ പ്രസംഗത്തിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു. ആ വിവരം പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ചത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് പരാതി. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. അടുപ്പുവെട്ട് ചടങ്ങ് നാളെ രാവിലെ തുടങ്ങും. കനത്ത സുരക്ഷയിൽ ക്ഷേത്ര പരിസരം. തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കി പോലീസ്. 4500 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മകം നാളിൽ ചോറ്റാനിക്കരയമ്മയെ കൺനിറയെ കണ്ട് അനുഗ്രഹം തേടി 10,000. അഭയവരുത മുദ്രകളോടുകൂടിയ ചോറ്റാനിക്കരയമ്മയുടെ ദിവ്യരൂപം ദർശിക്കാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തി. ഉത്സവത്തിന്റെ 7ാം ദിവസമായ ഇന്ന് നടന്ന മകം തൊഴിലിന്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങളും തയ്യാറാക്കി. ഉച്ചയ്ക്ക് 2-ന് മകം തൊഴിൽ ആരംഭിച്ചു. രാത്രി 9:30 വരെ മകം തൊഴാൻ ഭക്തർക്ക് സൗകര്യമുണ്ട്. ലെ ബാലസാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബാലസാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ 7 പേർക്കാണ് ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപിച്ചത്. 20,000 രൂപയും പ്രശംസാപത്രവും മെമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. വിതരണ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികളുമായി ജീപ്പ് ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം. ജീപ്പ് കണ്ടെത്തി പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ മധ്യവയസ്കന് സൂര്യാഘാതമേറ്റു. ചെറുമുക്ക് വെസ്റ്റിലെ ഹുസൈനാണ് സൂര്യാഘാതമേറ്റത്. വീടിന്റെ ടെറസിന് മുകളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹുസൈന്റെ വലത് കൈയിലും കഴുത്തിലും സൂര്യാതാപമേറ്റത്. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയ്ക്ക് സമീപം 1-ാം മൈലിൽ പുള്ളിപ്പുലിയെ കണ്ടെത്തി. തേയിലത്തോട്ടത്തിലെ മരത്തിലാണ് പുള്ളിപ്പുലിയെ കണ്ടെത്തിയത്. മരത്തിൽ നിന്നും പുള്ളിപ്പുലി തേയിലത്തോട്ടത്തിലേക്ക് ചാടിയിറങ്ങുന്ന ദൃശ്യങ്ങൾ തോട്ടത്തിലെ തൊഴിലാളികളാണ് മൊബൈലിൽ പകർന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ വീണ്ടും കടുവയെ കണ്ടു. കടുവയെ കണ്ട സാഹചര്യത്തിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. പ്രദേശത്ത് വനം വകുപ്പ് എത്തി കൂട് സ്ഥാപിച്ചു. 2 പശുവിനും ഒരു വളർത്തുനായയും കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഗ്രാമ്പി എസ്റ്റേറ്റിൽ താമസിക്കുന്ന മണികണ്ഠൻ, യേശയ്യ എന്നിവരുടെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് പരിക്കേറ്റത്. തമിഴ്നാട് കന്യാകുമാരി അരുമനയിൽ മദ്യപിച്ച പാപ്പാൻ ആനപ്പുറത്ത് ഉറങ്ങിപ്പോയി. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ 1 മണിക്കൂറിലധികമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. നാട്ടുകാർ പബ്ലിക് സേഫ്റ്റി ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ വനം വകുപ്പ് ഓഫീസിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് കാറിന് മുകളിൽ മരവും വൈദ്യുത പോസ്റ്റും പതിച്ചു. കൊമ്പയാർ ഉടുമ്പൻചോല റോഡിൽ ഭോജൻ കമ്പനിക്ക് സമീപമാണ് സംഭവം. റോഡരികിൽ നിന്ന് വൻമരം കടപുഴകി വീഴുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന നെടുങ്കണ്ടം സ്വദേശി പുതുവിളാക്കൽ സിനോജിന്റെ കാറിനാണ് കേടുപാട് സംഭവിച്ചത്. തൃശൂർ കല്ലിടുക്കിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ദേശീയപാത കല്ലിടുക്കിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ചരക്ക് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ കരൂർ വേലുസ്വാമിപുരം സ്വദേശി ശക്തിവേലിന് സാരമായി പരിക്കേറ്റു. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജിലും SATയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചവറ സ്വദേശികളുമായി എത്തിയ ടെമ്പോ ട്രാവലറാണ് അക്കുളം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ടുപോയത്.
കോഴിക്കോട് പന്തിരാങ്കാവിൽ ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്നും വീണ് 7 വയസ്സുകാരന് ദാരുണാന്ത്യം. നല്ലളം കീഴ്വവനപ്പാടം സ്വദേശി ഇവാൻ ഹൈബലാണ് മരിച്ചത്. ഫ്ളാറ്റിൽ കളിക്കുന്നതിനിടെ ബാൽക്കണിയിൽ കയറിയ കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് മരം മുറിക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ചു. പൂവാർ നെല്ലിമൂട് സ്വദേശി വിക്രമനാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനിടയിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞ തലയിൽ വീഴുകയായിരുന്നു. സുരക്ഷാ ബെൽറ്റ് ശരീരത്തിൽ ഉണ്ടായിരുന്നതിനാൽ ബെൽറ്റിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. കൊല്ലം മീരവിപുരത്ത് 10 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് ഇരവിപുരം സ്വദേശി ജോർജിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലത്തെ MDMAയും കഞ്ചാവുമായി 45കാരൻ പിടിയിൽ. 1 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവുമായി ചിറയടി സ്വദേശി അജിത് കുമാറാണ് പിടിയിലായത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും കുണ്ടറ പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് വിമാനമാർഗം കൊണ്ടുവന്ന MDMAയുമായി യുവാവ് പിടിയിൽ. ഡൽഹിയിൽ നിന്നും എത്തിച്ച 4 ലക്ഷത്തോളം വില വരുന്ന 90 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഉമയനല്ലൂർ സ്വദേശി ഷിജുവാണ് പിടിയിലായത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. ഇത് തൂക്കി വിൽക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥികളായ ശബരിനാഥ്, അരോമൽ, സിദ്ധി എന്നിവരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 48 ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. തൃശൂർ പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി LP സ്കൂളിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് വീണ്ടും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കഴിഞ്ഞ 2 വർഷത്തിനിടെ പോലീസും എക്സൈസും 10-ലധികം തവണ ഈ കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊട്ടിലങ്ങപ്പാടം സ്വദേശി ശ്രീരാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 15 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. ഇടുക്കി കമ്പംമെട്ടിൽ 105 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ വണ്ടാനം സ്വദേശി അഷ്കറാണ് കമ്പംമെട്ട് പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ ലഭിച്ചതെന്ന് യുവാവ് പോലീസിനോട് സമ്മതിച്ചു. ആലപ്പുഴ ചങ്ങന്നൂരിൽ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 6.5 കിലോ കഞ്ചാവും ഇന്നോവ കാറും പിടിച്ചെടുത്തു. ചങ്ങന്നൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും റേഞ്ച് പാർട്ടിയും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. എക്സൈസിനെ കണ്ട് പ്രതികൾ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ യുവാക്കളെ കാറിനുള്ളിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. പരുത്തിപ്പള്ളി സ്വദേശി ശ്രീകാന്ത്, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അരിനാട് കൊക്കോട്ടേലായിൽ ഉത്സവത്തിന് ഗാനമേള കണ്ടു മടങ്ങുന്ന സമയം കാറിൽ 4 സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ശേഷം കാറിനുള്ളിൽ കയറ്റി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ കേസ് കൊടുത്താൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആര്യനാട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയും. തൃശൂർ ചാലക്കുടിയിൽ പ്രീമിയം ബ്രാൻഡ് ബക്കാടി മദ്യം മോഷ്ടിക്കുന്നയാൾ പിടിയിൽ. ചാലക്കുടിയിലെ പ്രീമിയം കൗണ്ടറിൽ നിന്ന് മദ്യം മോഷ്ടിച്ച ചാലക്കുടി ആളൂർ സ്വദേശി മോഹൻദാസ് ആണ് പിടിയിലായത്. മോഷണം നടത്തി കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച പ്രതിയെ ജീവനക്കാർ പിടികൂടുകയായിരുന്നു. തൃശൂർ മണ്ണുത്തിയിൽ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 11 കിലോ കഞ്ചാവുമായി SK സുഫൽ, സുർജിത് ദാസ് എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് പിടികൂടിയത്. മണിയമ്പാറ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ മർദ്ദനമേറ്റതായി പരാതി. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിയുടെ മൂക്കിന് പൊട്ടലുണ്ട്. കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈക്കിൾ ഓടിക്കാൻ കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം.
തൃശൂർ ചാലക്കുടിയിൽ 17 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 6 വർഷം തടവും 40,000 രൂപ പിഴയും വിധിച്ചു. പുത്തഞ്ചിറ സ്വദേശി സുകേഷിനാണ് ചാലക്കുടി സ്പെഷ്യൽ ഫസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. കൈക്കൂലി കേസിൽ മലപ്പുറം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റിന് പിന്നാലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും പിടിയിൽ. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ശരത്താണ് വിജിലൻസിന്റെ പിടിയിലായത്. കിഴിശ്ശേരി കുഴിമണ്ണ സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇയാളുടെ 1.34 ഏക്കർ ഭൂമിയിലെ 60 സെന്റ് സ്ഥലത്തിന്റെ പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തി നൽകാനായി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതാണ് കേസ്. നടി സൗന്ദര്യയുടെ മരണത്തിൽ പോലീസിൽ പരാതി. ഹെലികോപ്റ്റർ തകർന്ന് സൗന്ദര്യ കൊല്ലപ്പെട്ടത് അപകടമല്ല, കൊലപാതകമെന്നാണ് പരാതി. നടൻ മോഹൻ ബാബുവാണ് അപകടത്തിന് പിന്നിലെന്നും പരാതിയിൽ പറയുന്നു. ഖമ്മം സ്വദേശിയായ ചിട്ടിമല്ലു എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയത്. സൗന്ദര്യയും മോഹൻ ബാബുവും തമ്മിൽ തർക്കമുണ്ടായിരുന്നെന്നും ഈ ഭൂമി കിട്ടാൻ വേണ്ടിയാണ് മോഹൻ ബാബു സൗന്ദര്യയെ കൊലപ്പെടുത്തിയതെന്നും ആണ് പരാതി. പശ്ചിമബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിം MLA-മാരെ നിയമസഭയിൽ നിന്നും പുറത്താക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. MLA-മാരെ ശാരീരികമായി തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു BJP നേതാവിന്റെ പ്രസ്താവന. 2026-ൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങൾ മമതാ സർക്കാരിനെ വേരോടെ പിഴുതെറിയുമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടു. ധൻമോണ്ടിയിലെ സുദാസദൻ എന്ന വസതിയും ഹസീനയുടെ ബന്ധുക്കളുടെ സ്വത്തുക്കളുമാണ് കണ്ടുകെട്ടുക. അതേസമയം ഹസീനയുടെ കുടുംബത്തിന്റെ 124 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ധാക്ക കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അഴിമതി വിരുദ്ധ കമ്മീഷന്റെ അപേക്ഷയെ തുടർന്നാണ് നടപടി. തെലങ്കാനയിൽ വനിതാ മാധ്യമ പ്രവർത്തകർ അറസ്റ്റിൽ. മാധ്യമപ്രവർത്തകരായ രേവതി, തൻവി യാദവ് എന്നിവരാണ് അറസ്റ്റിലായത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കർഷകൻ വിമർശിക്കുന്ന വീഡിയോ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തതിനാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകരുടെ അറസ്റ്റിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ ഏകാധിപത്യ നടപടിയെന്ന് BRS നേതാക്കൾ ആരോപിച്ചു. മൗറീഷ്യസിന്റെ പരമോന്നത അംഗീകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ മോദിക്ക് അംഗീകാരം സമ്മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നവീൻ റാംഗുലുവും പ്രഖ്യാപിച്ചു. ബഹുമതി വലിയ അംഗീകാരമാണെന്നും ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ അടയാളമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.